ഹായ്, ഞാൻ നാജ. വെൽക്കം ബാക്ക് ടു നാജ താറ്റ്സ് അടുക്കള. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള സാൻ ഫ്രാൻസിസ്കോ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. ഇത് കാണാനായിട്ട് എന്നെ കൊണ്ടുപോയത് പാപ്പുവാണ്. പണ്ടല്ല, ഈ അടുത്ത് വരെ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ ബ്രദർ, അതായത് പാപ്പുവിൻ്റെ ഫാദറാണ് ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോയിച്ചിരുന്നത്. ഇപ്പോൾ അമേരിക്കയിലെത്തിയപ്പോൾ പാപ്പു ആ ഡ്യൂട്ടി ഏറ്റെടുത്തു. അവളെല്ലാ സ്ഥലത്തും ഞങ്ങളെ കൊണ്ടുപോയി. ഇവിടെ മെയിനായിട്ടും ഇന്നത്തെ വീഡിയോയിലുള്ളത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, കാലിഫോർണിയ അക്കാഡമിക് ഓഫ് സയൻസ്, ജാപ്പനീസ് ടീ ഗാർഡൻ, ഇങ്ങനെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓക്ലാൻഡ് ബേ ബ്രിഡ്ജ് വഴിയാണ് പോണത്. അങ്ങോട്ടേക്ക് പോകുന്നതിനുള്ള ടണലാണിത്. ഓക്ലാൻഡ് ബേ ബ്രിഡ്ജ് പ്രശസ്തമായ പാലങ്ങളിലൊന്നാണ്. സാൻ ഫ്രാൻസിസ്കോയെയും ഓക്ലാൻഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം 1936 നിർമ്മിച്ച 2 നിലകളുള്ള ഇരട്ടപ്പാലമാണ്. അതിൻ്റെ ആകർഷകമായ ആർക്കിടെക്ചറും വലിയ തീരത്തിനരികിലെ കാഴ്ചകളുമായാണ് ശ്രദ്ധ നേടുന്നത്. 7.18 കിലോമീറ്റർ നീളമുള്ള ഈ പാലം സാൻ ഫ്രാൻസിസ്കോ ബേക്ക് മുകളിലുള്ള ദൃശ്യവിസ്മയമാണ്. ഗതാഗതത്തിനുള്ള അനിവാര്യത കൂടാതെ സഞ്ചാരികൾക്ക് ആസ്വാദനത്തിനും ഫോട്ടോഗ്രാഫിക്കും പ്രിയപ്പെട്ട സ്ഥലമാണ് ഈ പാലം. രാത്രി സമയത്ത് ലൈറ്റിനിങ്ങിനാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തിലെ സാൻ ഫ്രാൻസിസ്കോ രാജ്യത്തെ പ്രശസ്തമായ നഗരങ്ങളിലൊന്നാണ്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, അൽക്കട്രാസ് ഐലൻഡ്, സാൻ ഫ്രാൻസിസ്കോ കേബിൾ കാർ, ലോംബാർഡ് സ്ട്രീറ്റ്സ് എന്നിവയെല്ലാം നഗരത്തിൻ്റെ പ്രധാന ആകർഷകങ്ങളാണ്. സാങ്കേതിക വിപ്ലവത്തിൻ്റെ ഹബ്ബായ സിലിക്കൺ വാലിക്ക് അടുത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരികളെയും സാങ്കേതിക വിദഗ്ധരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. കാറിലിരുന്ന് നമ്മൾ വീഡിയോ എടുത്തതാണ്. ഇവിടെ റോഡ് ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള കുന്നും ഡീപ്പായിട്ടുള്ള ഇറക്കമുണ്ട്. അത് ഈ നഗരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണത്. ഭയങ്കര നമുക്ക് അതിശയം സന്തോഷമൊക്കെ തോന്നും. ഇപ്പോൾ അങ്ങനത്തെ ഇതൊന്നും കാണാനില്ലല്ലോ ടൗണിൻ്റെ ഉള്ളിൽ. അത് നിങ്ങൾക്ക് എത്രമാത്രം ഫീൽ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലായത്. ഇതാണ് അങ്ങനെ താഴ്ചയുള്ള ഇറക്കം. കണ്ടോ, ഇവിടെ നിന്ന് നല്ല കുത്തനെ ഇറക്കമാണ്. അത് ഇത്രയ്ക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ റോഡിന് ഇരുവശങ്ങളിലും മനോഹരമായ കെട്ടിടങ്ങളാണ്, കളർഫുള്ളായിട്ടുള്ള കെട്ടിടങ്ങളാണ്. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ പോണത് കാലിഫോർണിയ അക്കാഡമി ഓഫ് സയൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളെത്തി. ഇവിടെ നിറച്ചും എല്ലായിടത്തും നല്ല പച്ചപ്പാണ്. അപ്പോൾ നമ്മൾ കാലിഫോർണിയ അക്കാഡമി ഓഫ് സയൻസിലെത്തി. സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയ അക്കാഡമി ഓഫ് സയൻസ് ലോകത്തിലെ പ്രധാന ശാസ്ത്ര മ്യൂസിയങ്ങളിൽ ഒന്നാണ്. 1853 സ്ഥാപിതമായ ഈ സ്ഥാപനത്തിൽ ഒരു മ്യൂസിയം, പ്ലാനറ്റോറിയം, അക്വേറിയം, അതുപോലെ തന്നെ വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളുമുണ്ട്. ഇത് കണ്ടോ, ഈ മരത്തിനകത്ത് ഒരു പച്ച പാമ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പാമ്പ് ഇതുപോലെ തന്നെ ക്രോക്കഡൈല്, സ്റ്റിംഗ്റേ, പലതരം മീനുകൾ, പക്ഷികൾ എല്ലാം ഉണ്ട്. കണ്ട പാമ്പിനെ കണ്ട. അതുപോലെ തന്നെ വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളുമുണ്ട്. സസ്യജാലവും
ജീവജാലങ്ങളും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു ലിവിംഗ് റൂഫ് എന്ന ഹരിതാപമായ മേൽക്കൂരയും ഈ സ്ഥാപനത്തിൻ്റെ ആകർഷണങ്ങളിൽ ഒന്നാണ്. പ്രകൃതി ഗവേഷണത്തിൻ്റെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും വലിയ അധ്യയന കേന്ദ്രമായി അറിയപ്പെടുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അറിവ് സമ്പാദിക്കാനും പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ആസ്വദിക്കാനും ഈ സ്ഥാപനത്തിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നു. കണ്ട മീനുകളൊക്കെ കണ്ട താഴെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ റൂഫ് ടോപ്പില്ലേ, ആ റൂഫ് ടോപ്പാണ് ഈ കാണുന്നത്, ലിവിങ് റൂഫ് ടോപ്പ്. പല തരത്തിലുള്ള മീനുകളുണ്ട്. ഇത് കണ്ട സ്റ്റിംഗ് റേ. ഇതാണ് നമ്മുടെ യൂസി ആണത്. യൂസി അവിടെ നിന്ന് കളിക്കുക. വളരെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ. വിവിധ തരം മത്സ്യങ്ങൾ, പ്രകൃതി എത്ര മനോഹരമാണെന്ന് നോക്കി. അവിടെ നിന്നുള്ളതല്ലേ ഇതെല്ലാം. വിവിധ തരം വർണ്ണങ്ങളിലുള്ള നമുക്ക് കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, വെളുത്ത മുതല. ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അക്കാഡമിയുടെ അടുത്ത് തന്നെയാണ് ജാപ്പനീസ് ടീ ഗാർഡൻ. സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് പാർക്കിലെ ജാപ്പനീസ് ടീ ഗാർഡൻ ശാന്തതയും പ്രകൃതിയുടെ സൗന്ദര്യവും നിറഞ്ഞ ഒരു പ്രിയപ്പെട്ട സഞ്ചാര കേന്ദ്രമാണ്. 1894 നിർമ്മിതമായ ഈ തോട്ടം അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന ജാപ്പനീസ് ശൈലിയിലുള്ള ഗാർഡനാണ്. മനോഹരമായി രൂപകൽപ്പന ചെയ്ത തോട്ടങ്ങൾ, സാൻ ഗാർഡൻ, ബ്രിഡ്ജസ്, സങ്കീർണമായ കെട്ടിടങ്ങൾ, പടവുകൾ എന്നിവയുമായി സ്ഥലം ജാപ്പനീസ് സാംസ്കാരിക സമ്പത്തിനെ പ്രതിദാനം ചെയ്യുന്നു. ഫിഷർമാൻസ് വാർഫ് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പരമ്പരാഗത മീൻപിടുത്ത തുരുത്തായ ഇവിടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്, ഗിഫ്റ്റ് ഷോപ്പ്, വിനോദ സാമഗ്രികളും അടങ്ങിയവയ്ക്കായി പ്രശസ്തമാണ്. പെയർ 39 സീ ലൈൻസ്, അൽക്കട്രാസ് ഐലൻഡിലേക്കുള്ള ബോട്ടുകൾ ഇവിടെ കാണാം. കണ്ടോ, ഇതാണ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബോട്ടെല്ലാം ബുക്ക് ചെയ്യാം. പിന്നെ സാൻ ഫ്രാൻസിസ്കോയിലെ സിറ്റിയിലുള്ള അവിടുത്തെ കാഴ്ചകളാണ് ഇത്. ഞങ്ങളതിന് ശേഷം ഡബിൾ ഡെക്കർ ബസ്സിൽ സിറ്റി ടൂർ എടുത്തു. അപ്പോൾ ബസ്സിൻ്റെ അപ്പർ ഡെക്കിലിരുന്ന് സാൻ ഫ്രാൻസിസ്കോ കാണുന്ന കാഴ്ചകളാണ് ഇത്. അപ്പോൾ അപ്പർ ഡെക്കായതുകൊണ്ട് നമുക്ക് നല്ല മനോഹരമായിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ചൂടുള്ള സമയമായിരുന്നു, പക്ഷേ നല്ല കാറ്റുമുണ്ട്. ഞങ്ങളതുകൊണ്ട്
അപ്പർ ഡെക്കിലിരുന്നാലല്ലേ നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഹാറ്റൊക്കെ വെച്ചിട്ട് ഇരുന്നു. നമ്മൾ കാറിൽ പോകുമ്പോൾ ഇത്രയ്ക്കും ഇതായിട്ട് കാണാൻ പറ്റൂലല്ലോ. മുകളിൽ ബസ്സിൻ്റെ മുകളിൽ ഇരുന്നിട്ടായതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ചൈന ടൗൺ ഉണ്ട്. ചൈനീസ് സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷേ ഒരു കുഴപ്പമുള്ളൂ, ഒരു 4:30 ആകുമ്പോഴേക്കും ഷോപ്പൊക്കെ അടച്ചു. നമ്മൾ ഇവിടെ നിന്നൊക്കെ കറങ്ങി അവിടെ ചെല്ലുമ്പോഴേക്കും അടച്ചു. പിന്നെ ഞങ്ങളൊരു ദിവസം രാവിലെ പോയി. അപ്പോൾ കുറേ ചൈനീസ് സാധനങ്ങളൊക്കെ കണ്ടു. നമുക്ക് വാങ്ങാൻ പറ്റിയ മാലകൾ, പിന്നെ ചൈനീസ് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ സാധനങ്ങൾ. ഞങ്ങളിതിലെ കാറിൽ പോയി കണ്ടതായിരുന്നു. അതിൻ്റെ കുറച്ച് ഞാൻ മുന്നേ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇത് ബസ്സിലാവുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഇടുന്നത്. റോഡിനിരുവശവും മനോഹരമായ കെട്ടിടങ്ങളും ചെടികളും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോണത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്കാണ്. കണ്ടോ, ഇതാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. സാൻ ഫ്രാൻസിസ്കോയുടെയും ലോകത്തിലെ തന്നെ ആകർഷണമായ ഒരു ഇന്നൊവേറ്റീവ് സാങ്കേതിക അത്ഭുതമാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. അതിൻ്റെ ചുവപ്പ് നിറത്തിലുള്ള ആകർഷകമായ രൂപവും ഗോൾഡൻ ഗേറ്റിലൂടെ കടന്നു പോകുന്ന മനോഹരമായ തീരക്കാഴ്ചകളും ഈ പാലത്തെ ലോകത്തിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റി. അതിൻ്റെ നിർമ്മാണകാലത്ത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന ബഹുമതി നേടിക്കൊടുത്തു. കാറ്റും മൂടൽമഞ്ഞും നിറഞ്ഞ ഈ വിസ്മയകരമായ പാലം ഫോട്ടോഗ്രാഫർമാരുടെയും യാത്രക്കാരുടെയും സ്വപ്ന ലോകം തന്നെയാണ്. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ ഈ അപ്പർ ഡെക്കിലിരിക്കണോണ്ടാണ് ഇത്രയും നന്നായിട്ടും വീഡിയോ എടുക്കാൻ പറ്റുന്നത്. കാറിലും ഇന്ന് എടുക്കാൻ പറ്റൂ കേട്ടോ, പക്ഷേ കുറച്ചും കൂടെയും ഈ കടലും എല്ലാം കാണാൻ പറ്റണത് നമ്മൾ ഈ മുകളിലിരിക്കുക. കാറിൽ പോകുമ്പോൾ ബ്രിഡ്ജ് നന്നായിട്ട് എടുക്കാൻ സാധിക്കും, പക്ഷേ ഈ തീരപ്രദേശങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഇരിക്കുന്ന സ്ഥലം പ്രിസീഡിയോ എന്നാണ് പേര്. സാൻ ഫ്രാൻസിസ്കോയിലെ പ്രിസീഡിയോ പ്രാചീന സൈനിക സ്ഥാപനമായിരുന്ന പ്രദേശം ഇപ്പോൾ ദേശീയ പാർക്കായും പ്രകൃതി സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലവുമായി മാറിയിരിക്കുന്നു. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഈ പ്രകൃതി സങ്കേതം മനോഹരമായ വിസ്തൃതമായ പച്ചപ്പും സഞ്ചാരപാതകളും ചരിത്ര കെട്ടിടങ്ങളും കടൽ തീരത്തേക്കുള്ള മനോഹര ദൃശ്യങ്ങളും കൊണ്ട് പ്രശസ്തമാണ്. നമ്മളവിടെ ആ ബസ് അവിടെ നിർത്തി തന്നിട്ട് നമ്മളവിടെ ഇറങ്ങിപ്പോയി എടുത്തു. വീഡിയോ എടുത്താണിത്. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് നമ്മളാ ബസ്സിൽ കയറിയ മറ്റേ പിയർ 39 അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടെ അവർ കൊണ്ടുപോയി ആക്കിത്തരും. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചകളും ഒക്കെ കണ്ട്. കുറച്ച് ചൂടുണ്ടായിരുന്നു, എന്നാലും വളരെ മനോഹരമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ക്രൂയിസ് ബോട്ടിൽ കയറി. ചെറിയ കുറച്ച് നേരത്തേക്കുള്ളൊരു ട്രിപ്പായിരുന്നു. നല്ല
മനോഹരമായ യാത്രയായിരുന്നു. പക്ഷേ ഭയങ്കര കാറ്റും തണുപ്പുമായിരുന്നു. അപ്പോൾ ഈ ബോട്ടിലിരുന്നാൽ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളത്തിൽ ആൾക്കാർ ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല ശരിക്കും മനുഷ്യനാണെന്ന് നമുക്ക് തോന്നൂല, ഇത് പക്ഷികളാണെന്ന് തോന്നും. പിന്നെ അടുത്ത് വരുമ്പോഴാണ് അത് മനുഷ്യന്മാരാന്ന് മനസ്സിലാണ്. കണ്ട, ഇതാണ് അൽക്കട്രാസ് ഐലൻഡ്. സാൻ ഫ്രാൻസിസ്കോ ബേയിലെ ചരിത്രപരമായ ദ്വീപാണിത്. ഇത് പ്രധാനമായും പഴയ ജയിലായതിനാലാണ് പ്രശസ്തി. 1934 തൊട്ട് 1963 വരെ അൽക്കട്രാസ് ഫെഡറൽ ജയിലായി പ്രവർത്തിച്ചിരുന്നു. കുപ്രസിദ്ധരായ കുറ്റവാളികളെ പാർപ്പിച്ചിരുന്നതിനാൽ കനത്ത സുരക്ഷയായിരുന്നു. ഐലൻഡ് ആയതുകൊണ്ട് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബോട്ടിലല്ലാതെ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അൽക്കട്രാസ് ഐലൻഡിൽ പോകാൻ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാ ബോട്ടും ഹൗസ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നേരിട്ട് പോയി കാണാനായിട്ട് പറ്റില്ല, ബോട്ടിലിരുന്നേ കണ്ടു. ഇതാണ് കേബിൾ കാർ നഗരത്തിലെ ഹിസ്റ്റോറിക് അട്രാക്ഷനാണ്. ലോകത്തിലെ അവസാനത്തെ മാനുവൽ കേബിൾ കാർ സിസ്റ്റമായി ഇത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ടൂറിസ്റ്റിനും ലോക്കൽസിനും അവിസ്മരണീയമായ ഒരു സവാരി തന്നെയാണ് ഇത് തിരിക്കണതാ കേട്ടോ. ഇതിന് തിരിക്കാനായിട്ട് വേറെ വഴിയില്ല. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം പോലെയുണ്ട്, അതിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ തിരിക്കണതാണ്. അപ്പോൾ ഇതിൽ ഭയങ്കര ക്യൂവാണ്. ഞങ്ങളും അതിൽ കയറാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് കയറിയത്. ഞങ്ങളിപ്പോൾ അതിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ സൈഡിലിരിക്കുവാണെങ്കിൽ വീഡിയോ എടുക്കാൻ നല്ലതായിരുന്നു. പക്ഷേ നിറച്ച ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് സൈഡ് സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ എന്തായാലും കിട്ടിയ സ്ഥലത്തിരുന്നു. ഇതൊരു അവിസ്മരണീയമായ സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിൽ യാത്ര ചെയ്തു. യാത്ര തീർന്നു. ഇതാണ് വെയ്മോ. ഞങ്ങളിതിലെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഈ വാഹനങ്ങൾ സെൻസേഴ്സ്, ക്യാമറ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഉപയോഗിച്ച് റോഡുകളിൽ സഞ്ചാരത്തിന് മൊത്തം നിയന്ത്രണം കണക്കാക്കുന്നു. ഈ കാറുകൾ മനുഷ്യ ഡ്രൈവർ ഇല്ലാതെയാണ് ഈ കാറുകൾ അത്ഭുതകരമായി ഓടിച്ചു പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ബാക്കിലിരുന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നു. അപ്പോൾ 2 പേരും ഇട്ടു. നടുവിലിരുന്ന ഞാനിട്ടില്ല. അപ്പോൾ പറയുന്നുണ്ട് തേർഡ് പാസഞ്ചർ ഇട്ടിട്ടില്ല, തേർഡ് പാസഞ്ചർ നിങ്ങളുടെ സേഫ്റ്റിയാണ് വലുതെന്ന്. പിന്നെ ഞാനും കൂടെ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷമാണ് യാത്ര തുടങ്ങിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനകത്ത് പോയിട്ട്. ഡ്രൈവറൊന്നും ഇല്ലാതെ പോകുന്നതല്ലേ. ഡ്രൈവർമാരില്ലാതെ അത്ഭുതകരമായിട്ടാണ് ഓടിച്ചു പോകുന്നത്. സുരക്ഷിതത്വവും കൃത്യതയുമാണ് ഇതിൻ്റെ മുഖ്യ ശക്തികൾ. ഭാവിയിലെ യാത്രകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് കരുതപ്പെടുന്നു. എനിക്ക് വീണ്ടും 2 തവണ ഞങ്ങൾ കയറി, വീണ്ടും കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നല്ല ഭംഗിയിലേ കാണാനായിട്ട്. പഴയ ഫയർ എഞ്ചിനാന്ന് തോന്നുന്നു. എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഞാനത് കണ്ടപ്പോഴും അതിൻ്റെ എടുത്തതാണ്. ലോംബാർഡ് സ്ട്രീറ്റ് സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും വിചിത്രമായതും ലോകപ്രശസ്തവുമായൊരു സ്ട്രീറ്റാണിത്. അതിലെ വളവുകളും കുത്തനെ ഇറങ്ങുന്ന റോഡുകളും ഈ സ്ട്രീറ്റിന് അതുല്യമായ ഒരുപാട് ആകർഷണങ്ങൾ നൽകുന്നു. വളഞ്ഞ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ലോംബാർഡ് സ്ട്രീറ്റ് 1920 നിർമ്മാണം പൂർത്തിയായതാണ്. ഷാർപ്പ് കർവ്, കലാപരമായ ഗാർഡൻ കൊണ്ടും മനോഹര രൂപകൽപ്പന കൊണ്ടും പ്രശസ്തമാണ്. സാൻ ഫ്രാൻസിസ്കോ സന്ദർശിക്കുന്നവർക്ക് തീർച്ചയായും കടന്നു പോകാൻ ആവശ്യമായ ഒരു അട്രാക്ഷനാണിത്. ഞങ്ങളിതിലേ വന്നു. പക്ഷേ പകൽ പോയാലേ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. രാത്രി നമുക്ക് നല്ലതായിരുന്നു. ലൈറ്റൊക്കെ ഇട്ടിട്ട് സൈഡിലൊക്കെ നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട്. അപ്പോൾ ഇത് എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിലാവുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കുത്തനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഭയങ്കര സ്ലോയിലാണ് ഓടിച്ചു വരേണ്ടത്. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. രാത്രികളിലാണ് ഇവിടെ ഭയങ്കര ഭംഗി, ലൈറ്റിങ്ങൊക്കെ ആയിട്ടേ. ഇതാണ് സാൻ റാഫേൽ ബ്രിഡ്ജ്. റിച്ച്മണ്ട് സാൻ റാഫേൽ ബ്രിഡ്ജ് ഓർ ജോൺ എഫ് മക്കാർത്തി മെമ്മോറിയൽ ബ്രിഡ്ജ് സാൻ ഫ്രാൻസിസ്കോ ബേയിലാണുള്ളത്. റിച്ച്മണ്ടും സാൻ റാഫേലും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലമാണിത്. 1956 തുറന്ന് ഏകദേശം 5.5 മൈൽ നീളമുള്ള ഒരു കാൻറ്റിലിവർ ബ്രിഡ്ജാണിത്. ബേ ഏരിയയിലെ പ്രധാന ഗതാഗത കേന്ദ്രമാണ്. നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. കണ്ടോ?
നമ്മുടെ കണ്ണിന് ആനന്ദം തരുന്ന മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഈ സാൻ ഫ്രാൻസിസ്കോയിൽ വന്നിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. എല്ലായിടത്തും ഇവിടെ എല്ലാം കൊണ്ടുപോയത് പാപ്പുവാണ്. പാപ്പു ഒരു മടിയും കൂടാതെ എല്ലായിടത്തും കൊണ്ടുപോയി. അവളൊരു എക്സ്പെർട്ട് ഡ്രൈവറും കൂടിയാട്ടോ. എൻ്റെ ബ്രദറും ഭയങ്കര നന്നായിട്ട് വണ്ടി ഓടിക്കും, അതുപോലെ തന്നെയാണ് അവളും. ഇത് ഞങ്ങൾ ആ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോയാട്ടോ. ഇതൊക്കെ അതിൻ്റെയൊക്കെ ചുറ്റുപാടും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെ. ഇത് ഞങ്ങളാ ബോട്ടിലിരുന്നെടുത്തത്. ഇത് കേബിൾ കാറ്. ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.